നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 12-ാം തീയതി, ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 5-ാം തീയതി തിങ്കളാഴ്ചയും ഭരണി നക്ഷത്രം 5 നാഴിക മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സമയം മാത്രമേ, 5 നാഴിക 45 വിനാഴിക, അതായത് 8:23 വരെ മാത്രമാണ് ഭരണി നക്ഷത്രം. രാവിലെ 8:23 വരെ മാത്രം ഭരണി നക്ഷത്രമുണ്ട്. ചതുർദശി തിഥിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 26-ാം തീയതി നമ്മൾ അമാവാസി ഒരിക്കൽ എടുക്കുവാനായിട്ട് ഒരിക്കൽ എടുക്കുവാനായിട്ട് ആരംഭിക്കണം. കാരണം 12-ാം തീയതി അമാവാസിയിൽ ഒരിക്കൽ എടുക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 27-ാം തീയതി ചൊവ്വാഴ്ച രോഹിണി നക്ഷത്രവും പിന്നെ 51 നാഴികയ്ക്ക് രോഹിണി നക്ഷത്രമുണ്ട്. അമാവാസി തിഥി വരുന്നത് വളരെ കുറച്ച് 6 നാഴിക 6 വിനാഴികയ്ക്കേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച വ്രതം എടുക്കണം. 26-ാം തീയതി അമാവാസി ഒരിക്കൽ എടുത്തുകൊണ്ട് ചൊവ്വാഴ്ച ബലിയിടണം. 6 നാഴികയ്ക്ക് മുമ്പ് ബലിയിടേണ്ടതാണ്. 6 നാഴിക 6 വിനാഴികയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ബലിയിടണതാണ് നന്നായിരിക്കുക. അപ്പോഴാണ് ഫലം നമുക്ക് അനുകൂലമായിട്ട് വരികയുള്ളൂ. രോഹിണി നക്ഷത്രം 6 നാഴിക 6 വിനാഴിക വരെയാണ്. ഇടവ മാസത്തിലെ അമാവാസി വരുന്നത് ചൊവ്വാഴ്ചയാണെങ്കിലും അമാവാസിയുടെ ഒരിക്കൽ എടുക്കുന്നത് 26-ാം തീയതി തിങ്കളാഴ്ച ആണ്. ഭരണിയും കാർത്തികയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് അന്ന്. കാരണം ഭരണി വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ചതുർദശിയും കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ശോഭന നിത്യയോഗമാണ്. 5:45 AM സൂര്യോദയം വന്നിരിക്കുന്നത്. സൂര്യാസ്തമനം വരുന്നത് 6:26 PM. രാഹുകാലം വന്നിരിക്കുന്ന 7:20 മുതൽ 8:55 AM വരെയും, ഗുളികകാലം 1:41 PM മുതൽ 3:16 PM വരെയും, യമകണ്ഠകാലം 10:30 AM മുതൽ 12:06 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:42 AM മുതൽ 12:04 PM വരെയും, 12:08 PM മുതൽ 12:30 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ കന്നിക്കൂറുകാർക്കാണ്. ഇനി ഗ്രഹനില പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടവൻ രാശിയിൽ തന്നെ സൂര്യനും ഉദയവും വന്നിരിക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. ചൊവ്വ കർക്കിടകത്തിലും ബുധൻ ഇടവത്തിലും ഗുരു വന്നിരിക്കുന്നത് മിഥുനത്തിലും, ശുക്രനും മന്ദനും മീനത്തിലും, സർപ്പി കുംഭത്തിലും, കേതു വന്നിരിക്കുന്നത് ചിങ്ങത്തിലും, ഗുളികോദയം കന്നിയിലുമാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 26/5/2025 അമാവാസി ഒരിക്കൽ എടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നല്ലതാണ്. 27-ാം തീയതി പുലർച്ചെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ തിങ്കളാഴ്ചയായതുകൊണ്ട് ഉമയെ മഹേശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുന്ന വളരെ നല്ലതാണ്. വിവാഹം ആകാത്തവരെല്ലാം തന്നെ അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നത്, സ്വയംവര അർച്ചന ചെയ്യുന്നത്, സ്വയംവര മന്ത്ര ജപിക്കുന്നത്. സ്വയംവര മന്ത്രം എന്ന് പറയുന്ന ഒരു വശ്യമന്ത്രമാണ്. അപ്പൊ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, പാർവതീ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അമ്മ 16 സോമവാര വ്രതം എടുത്തപ്പോഴാണ് ശിവഭഗവാനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതുപോലെ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ മാസത്തിൽ 1 വീതം, ശരിക്കും അല്ലെങ്കിൽ മാസത്തിൽ 1 നോക്കണ്ട, പീരീഡ്സ് അല്ലാത്ത ശരീരശുദ്ധിയുള്ള അത്രയും തിങ്കളാഴ്ച വ്രതം എടുത്തുകൊണ്ട് ശിവഭഗവാനെയും പാർവതീ ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിങ്ങൾ ഉമയും മഹേശനും കൂടി ചേർന്ന് മംഗല്യഭാഗ്യം തരും. ഇനി മംഗല്യം ആയവർക്ക് അവരുടെ ദീർഘമാംഗല്യത്തിനായി നെടുമാംഗല്യത്തിനായും ശിവഭഗവാനെയും പാർവതീ ദേവിയെയും പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച വ്രതം അതിന് ഏറ്റവും നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം വളരെ ലളിതമായ വ്രതമാണ്. രാവിലെ കുളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം, മറ്റു സമയത്ത് ഇഷ്ടഭക്ഷണമൊക്കെ കഴിക്കാം.
അതുകൊണ്ട് വിഷമമില്ല. അരി ആഹാരം കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ സമയവും ഉമേ മഹേശ്വരനെയും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ശരിക്കും ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന് വേണമെങ്കിൽ ജപിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പുരുഷനെ നമുക്ക് ഭർത്താവായി ലഭിക്കാൻ, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ ഓം ക്ലീം കാമദേവായ രൂപായ അനംഗ മേഖലായ മദനരൂപിണീ മദാകൃതി മനോന്മത്തം മ ആഗനരംപുരാവാസം സകലവശ്യം ശക്തിം ദേഹീം ദേഹീം സകലവശ്യം കുരു കുരു ക്ലീം ക്ലീം നമോ നമ സ്വാഹ. അങ്ങനെയുള്ള ഒരു വശ്യമന്ത്രം വേണമെങ്കിൽ ജപിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്നുള്ള ദേവീമഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ സർവമംഗളമാംഗല്യേ ചൊല്ലിയാലും 5-ാമത്തെ അധ്യായത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. 3 ഭാവമുള്ള മൂകാംബിക ദേവി അതുപോലെ തന്നെ ചോറ്റാനിക്കര അമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും സമ്പത്തും സർവ ഐശ്വര്യവും നെടുമാംഗല്യവും ഒക്കെ ലഭിക്കും. കുടുംബത്തിൽ എല്ലാവിധ മംഗളങ്ങളും ഭവിക്കും. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം സോമവാര വ്രതം എടുത്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം, ഭഗവതിയെയും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സോമവാര വ്രതം എടുക്കാൻ സാധിക്കാത്തവർ വെറും നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അങ്ങനെ ഓം നമ ശിവായ ഒരു 108 ജപിക്കാം. ശങ്കരാ ശിവശങ്കരാ 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 സങ്കടങ്ങൾ അകറ്റണേ ശിവശങ്കരാ ശിവശങ്കരാ. ഓം നമ ശിവായ. ശിവയേ നമഃ. ശിവഭഗവാനെ വിളിക്കുന്നതോടൊപ്പം തന്നെ പാർവതി ദേവിയെ കൂടെ, ശിവ എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. അപ്പൊ പാർവതി ദേവിയെ കൂടെ വിളിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരും. ചന്ദ്രമ എന്ന് പറയുന്ന പാർവതി ദേവിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്ന. അമ്മയുടെ കാരകത്വം അതിനകത്തുണ്ട്. അപ്പൊ ശിവഭഗവാനെയും പാർവതി ദേവിയും വിളിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ചന്ദ്രൻ 3, 6, 8, 12 നിൽക്കുന്നവർക്ക്, ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്ക് ചന്ദ്രനെ കൊണ്ട് ഗുണമൊന്നുമില്ല, അമ്മ അനുകൂലമല്ല എന്ന് തോന്നുന്നവരൊക്കെ ഈ തിങ്കളാഴ്ച ദിവസം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരും. ഇനി 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല രംഗത്തും വിജയം കൈവരിക്കുവാൻ പറ്റിയ കാലമാണ്. അതുപോലെ തന്നെ ആപൽഘട്ടങ്ങളെ മറികടക്കുവാനൊക്കെ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും. സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. മക്കളുടെ കാര്യത്തിലൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കുന്ന സമയമാണ്. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ അല്പം വർദ്ധിക്കുമെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. വീട് നവീകരിക്കും. പ്രവർത്തന രംഗത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഈ എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ശിവഭഗവാനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നൽകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഭൂമിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. അതുപോലെ തന്നെ പണയ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കുവാനായി സാധിക്കും. നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. സന്താനങ്ങളെ കുറിച്ചോർത്ത് അഭിമാനിക്കുവാൻ അവസരം ലഭിക്കും.
എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് അമാവാസി വ്രതമൊക്കെ എടുക്കേണ്ടവർ അമാവാസി വ്രതമൊക്കെ എടുത്ത് അതുപോലെ തന്നെ ശിവഭഗവാനെയും പാർവതീ ദേവിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വയംവര മന്ത്ര പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ സോമവാര വ്രതം എടുക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നത്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലെ വിമർശനങ്ങളും തടസ്സങ്ങളും കുറയും, ആരോഗ്യം മെച്ചപ്പെടും, പരീക്ഷകളിൽ വിജയം നേടും, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അങ്ങനെ ശാന്തമായ ഒരു ഗ്രഹാന്തരീക്ഷം വന്നു ചേരും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ യോഗം കാണും. പഠനത്തിനുള്ള തടസ്സങ്ങളൊക്കെ കുട്ടികൾക്ക് മാറി അവർക്ക് പുതിയ പരിശീലന തന്ത്രങ്ങളൊക്കെ ഇഷ്ടമാകും, അത് സ്വീകരിക്കാനാവും. പുതിയ രീതിയിലൊക്കെ പഠനം തുടരുവാനായി സാധിക്കും. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കും. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കും. പഴയ കാര്യങ്ങൾക്കൊരു പുനർജീവൻ നൽകേണ്ട സാഹചര്യമാണ്, അതിന് സാധിക്കും. കർമ്മരംഗത്തുള്ള ആശങ്കകളെല്ലാം ഇല്ലാതാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല അവസരങ്ങളും തിരിച്ച് വരും. വിവാഹം നല്ല രീതിയിൽ, വിവാഹമാകാത്തവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും അതൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഫലിക്കും. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. സാഹസികത അല്പം കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രതികൂല അനുഭവങ്ങൾ വന്നു ചേരാം. ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാൻ ശ്രമിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. തടസ്സങ്ങൾ കഴിയുന്നതും കുറഞ്ഞു പോകും. തടസ്സങ്ങൾ ഒഴിവാകുന്ന ഒരു കാലമാണ്. കഴിവുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണ്. വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കും. വീട് പണി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു യോഗവും കാണുന്നു. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമാവാസി വ്രതവും സോമവാര വ്രതവും ഒക്കെ എടുക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങൾ കുറയുന്ന സമയമാണ്. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും. എടുത്തുചാട്ടവും സാഹസികതയും ഒക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവസായമൊക്കെ ലാഭത്തിലാകുന്ന സമയമാണ്. വിനോദയാത്രകൾക്കൊക്കെ ഒരുങ്ങും. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാനാവും. കടബാധ്യതകൾ തീർക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ശത്രുക്കളിൽ നിന്നും വിജയം നേടും. പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങളോ പൂജകളോ ഒക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നു. കർമ്മരംഗത്താണെങ്കിൽ ഉന്നത പദവി തേടിയെത്തും. ചെലവുകൾ നിയന്ത്രിക്കും. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സന്താനങ്ങളെ കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറി പഠനകാര്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി എല്ലാവിധ സൗഭാഗ്യം അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണ്. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജയിലൊക്കെ പങ്കുകൊള്ളുന്നത്, ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നത്, പാർവതീ ദേവിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്, അമാവാസി വ്രതം എടുക്കുന്നവർക്ക് അമാവാസിക്ക് പിതൃതർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വ്രതം എടുക്കുന്നത്, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതൊക്കെ വളരെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പദവികൾ അവരെ തേടിയെത്തും. അതുപോലെ തന്നെ വ്യാധികൾ ഒഴിയും. പൊതുവെ എല്ലാ കാര്യങ്ങളും ശുഭമാകും. ശാരീരിക വിഷമതകളൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. സാമ്പത്തിക കാര്യത്തിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. മനോവ്യാകുലതകളൊക്കെ മാറും. പുതിയ ജോലി ലഭിക്കും. വിദേശയാത്രകളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വേണ്ടപ്പെട്ടവർ വഴി തൊഴിലവസരങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിന് പരിശ്രമിക്കും. കേസുകളൊക്കെ ഒത്തുതീർപ്പിലാവും. അതുപോലെ ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ വന്നു ചേരും. രോഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും.
വലിയ പദ്ധതികളിൽ പണം മുടക്കാവുന്നതാണ്. ഒരു അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്ന ഈ ദിവസം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, അമാവാസി വ്രതം ബലിതർപ്പണത്തിന് ആഗ്രഹിക്കുന്നവർ അമാവാസി വ്രതം എടുക്കുന്നത്, സോമവാര വ്രതം എടുക്കുന്നത്, ശിവനെയും ശിവഭഗവാനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ, രാശിനാഥയായ മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. മക്കളുടെ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനാകും. ബന്ധുമിത്രാദികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കും. അതുപോലെ തന്നെ കർമ്മരംഗത്തെ പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കും. പുതിയ പഠന സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. മാനസിക സംഘർഷങ്ങൾ ഒഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നതും, ആ തീരുമാനം എന്തു തന്നെയായാലും അതിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആനുകൂല്യങ്ങളും അവസരങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽപരമായ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കും. വീട് വിൽക്കുവാനുള്ള ശ്രമങ്ങളും ഫലിക്കുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്ത് തീർക്കാനാവും. കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. ഇഷ്ടപ്പെടുന്നവരുമായി ഒത്തുചേരുന്നതിനുള്ള ഒരു യോഗവും കാണുന്നു. ഈ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, ശിവഭഗവാനും പാർവതി ദേവിയും പ്രാർത്ഥിക്കുന്നതും, സ്വസ്യമന്ത്രമായ സ്വയംവര മന്ത്രവും ജപിക്കുന്നത്, അതുപോലെ തന്നെ ഓം നമ ശിവായ, ശിവേ നമയൊക്കെ ചൊല്ലുന്ന, സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ഈ ശ്ലോകമൊക്കെ ചൊല്ലുന്നത്, അതുപോലെ തന്നെ ദേവീ മഹാത്മ്യം 11ഉം 5ഉമൊക്കെ അധ്യായം പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കും. ശത്രുക്കളുടെ മേൽ വിജയം വന്നു ചേരും. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിൽ മടി കാണിക്കില്ല. വീട്ടിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നു. വിവാഹ തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ നീങ്ങിക്കിട്ടും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലും തർക്കമൊക്കെ പരിഹരിക്കും. ഇഷ്ടകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് മനസ്സന്തോഷം വീണ്ടെടുക്കും. അപേക്ഷകളും നിവേദനങ്ങളുമൊക്കെ അനുകൂലമായ രീതിയിൽ പരിഗണിക്കപ്പെടും. മികച്ച ജീവിതാനുഭവങ്ങൾ വന്നു ചേരും. കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന ഒരു നല്ല ദിവസമാണ്. അതുകൊണ്ട് തന്നെ അധികാരികളുടെയൊക്കെ പ്രീതി നേടുന്ന ദിവസമാണ്. കർമ്മപരമായി അത്യധികം പ്രയോജനകരമായ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ശിവങ്കിൽ നെയ്വിളക്കൊക്കെ കത്തിക്കുകയോ പിൻവിളക്കൊക്കെ കത്തിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. അഭിമാനകരമായ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. വളരെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. പൊതുവെ തടസ്സങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗത്തിന് അല്പം ശമനം വന്നു ചേരും. കലഹങ്ങൾ, വീട്ടിലുണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു വരുന്ന സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ തീർക്കുവാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ലക്ഷ്യബോധം വർദ്ധിക്കുന്നതിനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ശിവങ്കിൽ പിൻവിളക്കൊക്കെ തെളിക്കുമ്പോൾ, സോമവാര വ്രതമെടുക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖല വിപുലപ്പെടുത്തും. കർമ്മരംഗത്തെ നേട്ടങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ കൃത്യത പുലർത്താത്തത് കൊണ്ട് മേലധികാരിയുടെ മേലധികാരികളിൽ നിന്നും കുറ്റം കേൾക്കുവാനുള്ള ഒരവസരം വന്നു ചേരും. അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു നോട്ടപ്പുള്ളിയാവാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ
ഔദ്യോഗിക രംഗത്ത് അധികാരങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും എല്ലാത്തിലും പ്രകടമായ ഒരു അലസത എവിടെ നിന്നോ വന്നു ചേരും. അലസത മാറ്റി നിർത്തി കർമ്മരംഗം കൂടുതൽ ശോഭനമാക്കുവാൻ ശ്രമിക്കണം. ബിസിനസ് വിപുലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. ബന്ധുജനങ്ങളിലൂടെ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. എല്ലാവരുമായി സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കണം. ആളുകളെ പെട്ടെന്ന് സ്വാധീനിച്ച് കാര്യസാധ്യത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും കൂടി കഴിയണം. കർമ്മമേഖല വിപുലപ്പെടുത്തുകയും വീടിൻ്റെ കേടുപാടുകൾ തീർക്കുകയും ഒക്കെ ചെയ്യും. എന്നിരുന്നാൽ പോലും എപ്പോഴും ഒരു ക്ഷീണവും ആലസ്യവും വന്നു ചേരും. വൈദ്യസഹായം വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണുമായ സ്വാമി ശാത്തൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, പിതൃ തർപ്പണത്തിന് ശ്രമിക്കുന്നത്, ഒരു അമാവാസി വ്രതം എടുക്കുന്നത്, തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവഭഗവാനെയും പാർവതീദേവിയെയും പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായകമാകും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ബന്ധുമിത്രാദികളുമായുള്ള തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും. ഔദ്യോഗിക രംഗത്ത് അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് വൻതോതിൽ വിപുലപ്പെടുത്തുവാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായത്തോടുകൂടി കർമ്മമേഖല ഒന്ന് പോഷിപ്പിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. കേസുകളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും. വേണ്ടപ്പെട്ടവർ അകൽച്ച പാലിക്കുന്നതായി തോന്നും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് താൽക്കാലിക ജോലികളിലൊക്കെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിനുള്ള കുടുംബയോഗങ്ങളിലൊക്കെ പങ്കുചേരുവാനുള്ള സാധ്യത വന്നു ചേരും. അപ്രതീക്ഷിതമായൊരു സന്തോഷ വാർത്ത കേൾക്കുവാൻ ഇടവരും. കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കും. തൊഴിൽ മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. ഇഷ്ടജന സംഗമം കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. പൊതുവെ ഒരു സന്തോഷപൂർണമായൊരു ദിവസം ആയിരിക്കും. രാശിനാഥനായ ശനീശ്വരനെയും വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമി ആഞ്ജനേയ സ്വാമി ധർമ്മശാസ്താവൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വ്രതമെടുത്ത് നെടുമാംഗല്യത്തിനായി പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ശിവങ്കൽ പിൻവിളക്ക് തെളിക്കുന്നതൊക്കെ സൗഭാഗ്യങ്ങൾ നിലനിർത്തി കിട്ടുവാൻ സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. പ്രയാസങ്ങൾ പ്രായേണ കുറയുന്ന ദിവസമാണ്. കുട്ടികളുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാത്ത നല്ല അവസരങ്ങൾ, അത് കലാകായിക രംഗത്തും പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പൊതുപ്രവർത്തന രംഗമൊക്കെ സജീവമാകുന്ന ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കാലം പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി അത് അംഗീകരിച്ച് കിട്ടുവാനുള്ള ശ്രമം നടത്തണം. അതുപോലെ തന്നെ സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ളൊരു സാഹചര്യവും വന്നു ചേരും. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ എല്ലാം ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെടുത്തി ചെയ്യുവാൻ ശ്രമിക്കണം. കർമ്മരംഗം കൂടുതൽ ശോഭനമാകണം. ദാമ്പത്യ ജീവിതത്തിലെ അകൽച്ചകളെല്ലാം മാറിക്കിട്ടും. പല രംഗത്തും കഠിനാധ്വാനം ചെയ്യും. കടബാധ്യതകളൊക്കെ തീർക്കുവാൻ നന്നായി പരിശ്രമിക്കും. വസ്തുതർക്കങ്ങളൊക്കെ പരിഹരിക്കും. വേണ്ടപ്പെട്ടവർ അകൽച്ച പാലിക്കുന്നതായി തോന്നിയാലും വിഷമിക്കേണ്ട, സമയം അനുകൂലമായി വരുന്നുണ്ട്. മനോബലം വീണ്ടെടുക്കും. വിദേശയാത്ര സാധ്യമാവും. ആരോഗ്യപരമായ വിഷമാവസ്ഥകളെയൊക്കെ മറികടന്ന് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിച്ച് അശുഭചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്ന് സന്തോഷപൂർണമായൊരു ദിവസം അനുഭവിക്കുവാൻ സാധിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ സാധിക്കട്ടെ. 27 നക്ഷത്രക്കാർക്കും 12 രാശിയിലുള്ളവർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഒരു ശുഭദിനം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നന്ദി, നമസ്കാരം.